അപ്പോൾ ഇന്ന് ദേവൂട്ടൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ്. ദേവൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നാളെ. അപ്പം ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യാനാണ് പ്ലാൻ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കാർഡ്സിൽ ദേവൂട്ടൻ്റെ പേര് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവൻ്റെ പേരിൻ്റെ ബാനർ ഉണ്ടാക്കണം. നമ്മളെ ദേവുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളൊരു ബാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ ലെറ്റേഴ്സ് ആണ് എഴുതാൻ പോണം. കാരണം ബിക്കോസ് ഗ്രീൻ കളർ പേപ്പർ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ എടുക്കുന്നത്. അപ്പം നമ്മൾ ബാനർ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ വെട്ടിയിട്ട് ഇത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ലെറ്റേഴ്സ് എഴുതും. മഴക്കാലമായതുകൊണ്ട് മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞിനൊരു പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പോപ്പീസിലേക്കാണ് വരുന്നത്. പോപ്പീസിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇതുവരെ പോയിട്ടില്ല അവിടെ. അപ്പം നമുക്ക് കുറച്ച് സെലക്ഷനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ലത് കിട്ടുകയാണെങ്കിൽ ചെറിയ മോനൊരു ഡ്രസ്സും കൂടെ എടുക്കണം. പോപ്പീസിൽ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കറണ്ട് കട്ടാണ്. അപ്പോൾ ലൈറ്റ് ചെറുതായിട്ട് ഡിമ്മായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഉള്ള ലൈറ്റിൽ നമ്മൾ കുറച്ച് സെലക്ഷൻസൊക്കെ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ദേവ്ജിത്ത് എന്നാണ് ഇവൻ്റെ ശരിക്കുമുള്ള പേര്. നമ്മളാണ് ദേവൂട്ട് എന്ന് വിളിക്കുന്നത്. അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ അവൻ ഇടയ്ക്ക് തോണ്ടി ഓരോന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കണം. അച്ഛ വിളിക്കണം. ഞങ്ങളുടെ മോഡൽ റെഡി. സൂപ്പർ. പിടിക്കടി. ഓ, കറണ്ട് പോയതായിരുന്നല്ലേ. ഇത്ര നേരം നമ്മൾ ഇരുട്ടിൽ വീഡിയോ എടുത്തോണ്ടിരുന്നു. ഇതാണ് നമ്മളെടുത്ത ഡ്രസ്സ്. ഈ ഓവർ കോട്ടുള്ള ഷർട്ടും ഈ ട്രൗസേഴ്സും. അപ്പം ഞങ്ങൾ അവനിട്ടിട്ട് ഒന്ന് സൈസൊക്കെ നോക്കുമായിരുന്നു. ദേവൂട്ടന് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ദച്ചു കുറച്ച് വാശിയിലായിരുന്നു. അവൻ്റെ വാശി മാറ്റാൻ ഞങ്ങൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
പോപ്പീസിൽ കറണ്ട് വന്നത് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തായിരുന്നു. ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഒരു കേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ നോക്കണം, ഓർഡർ ചെയ്യാൻ കൊടുക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ കുറച്ച് ബേക്കറീസിലൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതൊരു ഷോർട്ട് ടേം പ്ലാൻ ആയിരുന്നു ഈ ഒരു സെലിബ്രേഷൻ. സോ നമുക്ക് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കൂടെ വേണം. അപ്പോൾ ഈ ബേക്കറിയിൽ ഫേമസ് ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറിയാണ്. അവിടെ പോയിട്ട് നമ്മൾ കേക്കിൻ്റെ ഡിസൈൻസും അവർ കസ്റ്റമൈസ് ചെയ്ത് തരുമോ എന്നൊക്കെ ഉള്ളതൊന്ന് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കണം അവരുടെ അടുത്ത്. ഇവർ നമുക്ക് കേക്ക്സിൻ്റെ ഡിസൈൻസൊക്കെ ഫോണിൽ അയച്ചു തന്നിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് വേണം അതിൻ്റെ ഡിസൈൻസ് തീരുമാനിച്ചിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ഹോം ബേക്കറിൻ്റെ അടുത്തും കൂടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. മഴയില്ലാത്തൊരു സമയം നോക്കിയിട്ട് ഞാനും ഏട്ടനും ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പം ദച്ചുനും ദേവുനും ഓരോ ഡ്രസ്സ് എടുക്കാമെന്ന് ഓർത്തിട്ടാണ്. നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാമല്ലോ എന്നോർത്ത് കുറച്ച് കടകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കയറി ഇറങ്ങണം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ക്രൈയിലോട്ടാണ്. ഫസ്റ്റ് ക്രൈയിൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള സെലക്ഷനൊന്നും കിട്ടിയില്ല. സോ ഞങ്ങൾക്ക് റിട്ടേൺ പോകേണ്ടി വന്നു. ടൗണിൽ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു. അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കട അന്വേഷിച്ച് പോവുകയാണ്. ഇതാണ് നമ്മൾ സെക്കൻഡ് നോക്കിയ കട, ഒരു ബേബി ഷോപ്പിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കട. അവിടുത്തെ നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടമായിരുന്നു. അതല്ലാണ്ട് വീണ്ടും ഞങ്ങൾ പോപ്പീസിലോട്ട് എത്തി അവസാനം. പിന്നെ പോപ്പീസിൻ്റെ ഈ കാണുന്ന ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഈ ബ്ലൂ ഷർട്ടാണ് ദച്ചുനും ദേവുനും എടുത്തത്. അപ്പം അവന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഷർട്ട് ഇപ്പോൾ ഇടണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഷർട്ടൊക്കെ അവനിട്ട് നോക്കി സൈസ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അവന് വലിയ കുഴപ്പമില്ലായിരുന്നു. അവന് ഷർട്ട് ഇഷ്ടമായി എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കാരണം അവനത് ഊരിയിട്ടില്ലായിരുന്നു, അന്ന് മൊത്തം ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ വാങ്ങിയിട്ടുള്ള ചെറിയ നൈറ്റ് വെയർ ആയിട്ടുള്ള പാൻസും നമ്മൾ പോപ്പീസിൽ നിന്ന് സെറ്റായിട്ട് എടുത്തതാണ്. അതിലൊരു 5 സെറ്റുണ്ട്. അപ്പം അതൊരു സെറ്റായിട്ടുള്ള നൈറ്റ് വെയർ പാൻസാണ് മോന് വാങ്ങിയത്. അപ്പോൾ ഇത് രണ്ടുമാണ് ദച്ചുവിന് വാങ്ങിയത്. ദേവിന് നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ചിട്ടുള്ള ആ ഡ്രസ്സാണ് വാങ്ങിയത്. ഇത് മടക്കട്ടെ, ഇത് ഒന്നുകൂടെ മടക്കണം. അപ്പോഴാണ് സ്റ്റൈൽ ചന്തല്ലേ. ഞങ്ങൾ ഈ നടത്തുന്ന കോലാഹലമൊന്നും അറിയാണ്ട് ഒരാളിവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ബാക്കി വീഡിയോ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് ഡെക്കറേഷൻസ്, ഞങ്ങളുടേതായിട്ടുള്ള ഡെക്കറേഷൻസ്, കേക്ക് നാളെ മോർണിംഗ് വരും. അത് പറ്റുന്നെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം വീഡിയോയിൽ.